അധികാരമേറ്റ് ആദ്യ നാളുകളിൽ തന്നെ കനത്ത നിയമന വിവാദങ്ങളിലും ആഭ്യന്തര കലഹങ്ങളിലും പെട്ട് വി.ഡി. സതീശൻ സർക്കാർ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുകയാണ്. സ്വന്തക്കാരെ തിരികെ കയറ്റിയും വിവാദ വ്യക്തികളെ ഉന്നത പദവികളിൽ വാഴിച്ച് മുന്നോട്ടു പോകുന്ന യു.ഡി.എഫ് സർക്കാരിന്റെ പോക്ക് ഒട്ടും നല്ലതല്ലെന്ന് തുറന്നടിച്ച് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും കൂട്ടരും അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു. ഭരണതലത്തിലെ വൻ അഴിമതിയും വീഴ്ചകളും പാർട്ടിയെ നാണം കെടുത്തുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സതീശന്റെ കൈകളിൽ നിന്നും ഭരണത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡും ഒടുവിൽ നിർബന്ധിതരായിരിക്കുകയാണ്. താൻ രാജ്യത്തെ തന്നെ ഏറ്റവും പഴയ കോൺഗ്രസുകാരനാണെന്ന് അഭിമാനത്തോടെ പറയുന്ന കഥാകൃത്ത് യു.ഡി.എഫ് സർക്കാരിന്റെ തനിനിറം മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള മന്ത്രി സണ്ണി ജോസഫിന്റെ മുഖത്ത് നോക്കി തന്നെ തുറന്നു പറഞ്ഞു. മന്ത്രിയായ ശേഷം തന്നെ സന്ദർശിക്കാനെത്തിയ സണ്ണി ജോസഫിനോട് അതീവ ഗുരുതരമായ വിമർശനങ്ങളാണ് പത്മനാഭൻ ഉന്നയിച്ചത്. സർക്കാരിന്റെ പോക്ക് അത്ര നല്ലതല്ലെന്നും നന്നായാൽ നല്ലതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ന്യൂജൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഖദർ ഇടുന്നവരോട് പുച്ഛമാണെന്നും വി.കെ. കൃഷ്ണമേനോനെ പോലെയുള്ള മഹാരഥന്മാർ വിദേശത്ത് പോയാലും നാട്ടിലെത്തിയാലും ഖദർ മാത്രമേ ധരിക്കാറുള്ളൂവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പത്മനാഭന്റെ കടിച്ചാൽ പൊട്ടാത്ത ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടി നൽകാനാകാതെ മന്ത്രി സണ്ണി ജോസഫ് വെറും കാഴ്ചക്കാരനായി നിന്നു. തുടക്കത്തിൽ തന്നെ വലിയ ജനദ്രോഹവും സ്വാധീനം ഉറപ്പിക്കലും ലക്ഷ്യമിട്ടാണ് സതീശൻ സർക്കാർ നീങ്ങിയത് എന്നതിന്റെ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം സഹോദരി ഭർത്താവിനെ തിരികെ കയറ്റിയതും ശബരിമല സ്വർണ്ണ കേസിലെ പ്രതിയുടെ അഭിഭാഷകൻ കെ.ബി. പ്രദീപിനെ എ.ജി. ഓഫീസിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതും യു.ഡി.എഫിന്റെ ധാർമ്മിക അധംപതനത്തിന്റെ ആഴം കൂട്ടി. ആർ.എസ്.എസ് അജണ്ടയുടെ ഭാഗമായാണ് ഈ നിയമനമെന്ന് സി.പി.എം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വിമർശിച്ചപ്പോൾ വെറും മണിക്കൂറുകൾ മാത്രമാണ് പ്രദീപ് പദവിയിലിരുന്നതെങ്കിലും ശബരിമല കേസിലെ അതീവ രഹസ്യരേഖകൾ ചോർന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആരോപിച്ചു കഴിഞ്ഞു. ശുപാർശകൾ മാത്രം നോക്കി സ്വന്തക്കാരെ കുത്തുനിറയ്ക്കുന്ന സതീശന്റെ നയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉൾപ്പെടെയുള്ള സ്വന്തം അണികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കലാപം കൂട്ടി. തുടർച്ചയായി ഉണ്ടായ ഈ നിയമന വിവാദങ്ങൾ യു.ഡി.എഫ് സർക്കാരിന് കടുത്ത പ്രതിച്ഛായ നഷ്ടമുണ്ടാക്കിയ പശ്ചാത്തലത്തിൽ വി.ഡി. സതീശന്റെ തന്നിഷ്ട ഭരണത്തിൽ കടിഞ്ഞാനിടാൻ ഹൈക്കമാൻഡ് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി മുതൽ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ കനത്ത നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാകും. ഭരണതലത്തിൽ ഇനി മുതൽ ഉണ്ടാകുന്ന എല്ലാ പ്രധാന നിയമനങ്ങൾക്കും കെ.പി.സി.സിയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന കർശന നിർദ്ദേശമാണ് ഡൽഹിയിൽ നിന്നും സതീശന് നൽകിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിലെ ബാക്കി 44 നിയമനങ്ങളും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളും ഇനി ഹൈക്കമാൻഡിന്റെ കടുത്ത സ്ക്രീനിങ്ങിന് വിധേയമാക്കും. തുടക്കത്തിൽ തന്നെ ഇത്തരം വൻ പിഴവുകൾ വരുത്തി പ്രതിപക്ഷത്തിന് ആയുധം വെച്ച് നൽകിയ മുഖ്യമന്ത്രി സതീശന് ഹൈക്കമാൻഡ് കടുത്ത താക്കീതാണ് കൊടുത്തത്. ഭരണമേറ്റ ദിവസങ്ങൾക്കകം തന്നെ സ്വന്തം അണികളിൽ നിന്നും സാംസ്കാരിക നായകരിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒരേപോലെ പ്രഹരമേറ്റുവാങ്ങുന്ന വി.ഡി. സതീശൻ സർക്കാർ വരും ദിവസങ്ങളിൽ കൂടുതൽ നാണക്കേടിലേക്ക് കൂപ്പുകുത്തുമെന്നുറപ്പാണ്.